കൊല്ലം കൊട്ടിയത്ത് വൻ തീപിടുത്തം. കടകൾ കത്തി നശിച്ചു. തീ നിയന്ത്രണ വിധേയമല്ല. ഏറെ നേരമായിട്ടും ഫയർഫോഴ്സ് എത്തിയിട്ടില്ലെന്നാണ് പരാതി. വിവരങ്ങളുമായി മനോജ് ചേരുന്നത്. മനോജ്, ഇത് എവിടെയാണ് തീ പിടിച്ചത്? എന്താണ് നിലവിലെ സാഹചര്യം? നീലിമ, കൊട്ടിയത്തുള്ള ഷാ പറയുന്ന ഒരു സ്റ്റുഡിയോയ്ക്കാണ്. അതിനുശേഷം അവിടേക്ക് നിരവധി ആളുകളൊക്കെ എത്തിയിരുന്നു. എന്നാൽ ഏറെ നേരമായിട്ടും ഫയർഫോഴ്സ് എത്തിയില്ല എന്നുള്ളതായിരുന്നു അവിടെ ഉണ്ടായ പരാതി പറഞ്ഞത്. നിലവിൽ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. കൊല്ലം, കുണ്ടറ, പരവൂർ, ചാത്തന്നൂർ ഫയർഫോഴ്സ് യൂണിറ്റ് തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. തന്നെ ആദ്യഘട്ടത്തിൽ പരാതി പറഞ്ഞിരുന്നു. ഇതുപോലെ തീപിടുത്തം ഫയർഫോഴ്സ് ഈ സമയത്തിന് എത്തിയില്ല എന്നുള്ളത്. ഈ തീപിടുത്തത്തിന് കാരണമായത് എന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ഈ കടകൾ കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ളത്, അതായത് വലിയൊരു തീപിടുത്തം തന്നെയാണ് ആ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങൾ കാണാം മനോജ്. മറ്റ് സ്ഥാപനങ്ങളിലേക്ക് കൂടി തീ പടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. കൊട്ടിയത്ത് വൻ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. കടകൾ കത്തി നശിച്ചു. തീ നിയന്ത്രണ വിധേയമല്ല. ഏറെ നേരമായിട്ടും ഫയർഫോഴ്സ് എത്തിയില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടകൾ കത്തി നശിച്ചിട്ടുണ്ട്. മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ മറ്റുള്ള കടകളിലേക്ക് തീ പടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. അടുത്തുള്ള കടകളിൽ, അതായത് മൊബൈൽ ഷോപ്പുകൾ അടക്കമുണ്ടായിരുന്നു, അവിടേക്കും കൂടെ തീ പടർന്നതായിട്ടാണ് വിവരം. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം, കുണ്ടറ, പരവൂർ, ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇവിടേക്ക് ഈ തീ അണയ്ക്കാനായി എത്തിയിട്ടുള്ളത്. തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഷോർട്ട് സർക്യൂട്ട് ആണ് ഈ ഒരു തീപിടുത്തത്തിന് കാരണമായത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അവിടെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. നിലവിൽ മറ്റ് പരിക്കുകളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം ഏറെ നേരം കഴിഞ്ഞാണ് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് നാട്ടുകാരൊക്കെ പരാതി പറയുന്നത്. നിലവിലിപ്പോൾ ത്തിൽ കത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാൻ സാധിക്കും. ഈ റോഡിന് മുഴുവനായും കത്തി നിൽക്കുന്ന ഒരു ദൃശ്യങ്ങൾക്ക് കാണാൻ സാധിക്കും. നിരവധി ആളുകൾ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കേറിയിട്ടുള്ള ഒരു ശരി, മനോജാണ് വിവരങ്ങൾ നൽകുന്നത്. കൊല്ലം കൊട്ടിയത്ത് വൻ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്.